അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം ഉണ്ടായിരുന്നേ. നമ്മൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി ആണല്ലോ നമ്മൾ ആദ്യം തട്ടേണ്ടത്. നെറ്റി വെക്കൽ നിർബന്ധം, മൂക്ക് ചില സുന്നത്തും ആണല്ലോ. അപ്പോൾ ചില ആളുകളുടെ മൂക്ക് ലേശം വലിയ മൂക്കായിരിക്കും, അറബികളതും മിസ്രികളതൊക്കെ വലിയ മൂക്കായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ മൂക്കാണ് ആദ്യം പോയി തട്ടുക. അങ്ങനെ വരുമ്പോൾ ഓർക്ക് അതിൽ എന്തെങ്കിലും ഇളവുണ്ടോ? അതിനെക്കുറിച്ച് ഇമാമിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യപ്രകൃതിയാൽ വരുന്ന സംഭവമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുമോ? എന്താ ഇതിൽ ഇമാമിങ്ങളൊരു വീക്ഷണം? നിസ്കാരത്തിലൊരു മർമ്മമാണല്ലോ സുജൂദ്. സുജൂദിൽ മർമ്മമാണ് നെറ്റി നിലത്തു വെക്കുക എന്നുള്ളത് 4 മദ്ഹബിലും നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ നെറ്റിയോടൊപ്പം തന്നെ മൂക്ക് വെക്കലും നമ്മുടെ മദ്ഹബിലൊക്കെ, ഷാഫിഈ മദ്ഹബിലൊക്കെ സുന്നത്ത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ സാധാരണക്ക് വിപരീതമായിക്കൊണ്ട് ഒരാളുടെ മൂക്കിന് കുറച്ച് നീട്ടം കൂടിയാൽ, ഇച്ചിരി തടുപ്പും നീട്ടമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നെറ്റി വെക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനത്തെ ആളുകളുടെ നിസ്കാരം എങ്ങനെ, സുജൂദ് എങ്ങനെയൊക്കെയാണ് ഉലമാ പറഞ്ഞത് എന്നുള്ളത്, ഇത് സാധാരണക്ക് വിപരീതമായിക്കൊണ്ട് അപൂർവമായിട്ട് കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല, ഉണ്ടാവാം. ഏതായാലും ഇതൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിക്കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ആദ്യം പറയേണ്ടത്, നിസ്കാരത്തിൽ നെറ്റിയും മൂക്കും ഒന്നിച്ചായിട്ട് വെക്കലാണ് സുന്നത്ത്. അതാണ് സുന്നത്ത് കേട്ടോ. അതായത് ആദ്യം നെറ്റി വെക്കുക പിന്നെ മൂക്ക് വെക്കുക, അങ്ങനെയല്ല. നേരെമറിച്ച് നെറ്റിയും അതോടൊപ്പം തന്നെ മൂക്കും വെക്കുക, അതാണ് സുന്നത്ത് എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 2-ാം വാള്യം ഇതിൻ്റെ 121-ാമത്തെ പേജിലുണ്ടോ. ഇപ്പോൾ സുജൂദിൽ നെറ്റിയും മൂക്കും വെക്കുക എന്ന് പറയുന്നിടത്ത് യുസന്നു വളഉഹുമാ മഅൻ, രണ്ടും ഒന്നിച്ചു വെക്കലാണ് സുന്നത്ത് എന്നുള്ളത്. അതവിടെ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും അങ്ങനെ ഒരാളുടെ മൂക്ക് നീണ്ടുപോയാൽ, അപ്പോൾ ഈ നെറ്റി വെക്കലിന് തടസ്സമായാൽ അവിടെ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ചർച്ച വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം ബർമാവി റളിയല്ലാഹു അൻഹു ആശിയത്തുൽ ബർമാവിയിൽ പറയുന്നുണ്ട്. അതായത് ഇബ്നു ഖാസിമുൽ ഗസ്സി റഹിമഹുല്ലാ തങ്ങളുടെ ഒരു കിതാബാണ് ഫതുഹുൽ ഖരീബുൽ മുജീബ് എന്ന കിതാബ്. ഒറ്റവാള്യത്തിലാണ് കിതാബ്. ഈ കിതാബ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം ബർമാവി റളിയല്ലാഹു അൻഹു ആശിയത്തുൽ ബർമാവിയിൽ. ബർമാവിക്ക് വേറെയും ഒരുപാട് ഹശ്യകളുണ്ട്, അതുകൊണ്ട് എടുത്തു പറയാൻ കാരണം ഇതിലാണ് കണ്ടത്. ഫതുഹുൽ ഖരീബുൽ മുജീബ് ഇമാം ബർമാവി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഈ പറയുന്ന ആശയത്തുൽ ബർമാവിയിൽ ഇങ്ങനെ ഒരു ഉദാഹരണം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആശയത്തുൽ ബർമാവിയുടെ 1-ാം വാള്യം ഇതിൻ്റെ 722, 723 പേജുകളിലായിട്ട് ഫലോ തോല അംഫുഹു ഉണ്ടോ. ഒരാളുടെ മൂക്ക് നീണ്ടുപോയാൽ അപ്പൊ അങ്ങനെ ആകുമ്പോ നെറ്റി ഭൂമിയിൽ വെക്കാൻ പ്രയാസമാകും. സ്വാഭാവികമാണ്, കാരണം മൂക്കിങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ, ഈ മൂക്ക് കുത്തി നിന്ന് കഴിഞ്ഞാൽ നെറ്റി നിലത്ത് തട്ടൂല. അപ്പൊ ആ ഒരു പ്രയാസം ഉണ്ടാകും. അപ്പൊ നെറ്റി നിലത്ത് തട്ടാൻ ഒരു പ്രയാസം തന്നെയാണല്ലോ. അങ്ങനെ ഒരു ഉദാഹരണത്തിന് വരികയാണെങ്കിൽ അവിടെ നിലപാടെന്താ? വജബ അലൈഹി വളുഉ നഹ്വി മിഖദ്ദത്തിൻ തഹ്തൽ ജബ്ഹത്തി, ആ നെറ്റിയുടെ താഴെയായിക്കൊണ്ട് ഒരു തലയണ പോലത്തെ വെക്കുക, ഒരു തലയണ പോലത്തെ. അപ്പൊ തലയണയുടെ മേലെ ആയിരിക്കും അയാളുടെ സുജൂദ് കയറി വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തലയൻ്റെ ഈ പറയുന്ന അടിയിലേക്ക് മൂക്കിറങ്ങി പോവും. അപ്പൊ പിന്നെ ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ ഒന്ന് പരിഹരിക്കുക കേട്ടോ. ലിയസ്ജുദ അലൈഹ, ആ തലയണയുടെ മേലാണ് സുജൂദ് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഹൈസു അംകനു തൻകീസു ബിദാലിക, അതുകൊണ്ട് സുജൂദിൽ ഒരു നിർബന്ധം പറയുന്നുണ്ട്. നമ്മുടെ ഈ പെരടി തലയൊക്കെ താഴോട്ട് നിന്നിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുക, കീക്കാൻ തൂക്കം, അതിനെതിരാകാൻ പാടില്ല. അത് അവിടെ ശ്രദ്ധിക്കും വേണം. അപ്പോൾ വലിയൊരു തലയണക്കെട്ട് കൊണ്ടുവരാതെ
ഒരു ചെറിയ നോർമൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊണ്ട് ചെറുത് വെക്കുക എന്നർത്ഥം. ഏതായാലും അതും അതിന് കൂട്ടത്തിൽ സൂക്ഷിക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഈ മൂക്ക് ഒക്കെ നീണ്ട ആളുകളൊക്കെ വയില്ല, അങ്ങനെ തലേന കിട്ടിയില്ലേ, ഇനി അതിന് സാധ്യമായില്ലേ, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കഫാഹു സുജൂദു അലൽ അംഫി വഹ്ദഹു, മൂക്കുമ്പോ സുജൂദ് ചെയ്താൽ മതി, നെറ്റ് തട്ടണ്ട, അതിൻ്റെ ആവശ്യമല്ല. അങ്ങനെ ഈ മൂക്കുമ്പോ തന്നെ സുജൂദ് ചെയ്യും. കാരണം എന്താ, നെറൂറിയായ ഘട്ടം, അത് അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ അതെല്ലാം നിർവാഹമല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമസ്കാരം മടക്കേണ്ടി വരുമോ? വലായാദത്ത അലൈഹി, നമസ്കാരം മടക്കൊന്നും വേണ്ട, നമസ്കാരം മടക്കലൊന്നുമില്ല. അയാളുടെ നമസ്കാരം അങ്ങനെയാണ്, അയാൾക്ക് അങ്ങനെ സാധ്യമാകുള്ളൂ. ആദ്യക്ക് സാധ്യമാകുന്നൊക്കെ എടുക്കണം, അതൊന്നും കയ്യൂലെങ്കിലാണ് ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഏതുപോലെ അവിടെ ഒരു ഉദാഹരണം വേറൊരു മസലയും കൂടി മഹാനുകൾ എടുത്തിട്ടു. കമാ കാലൂഹു ഫി നഹ്വിൽ ഹുബ്ല, ഗർഭിണികളായ ആളുകളുണ്ടാവും, സ്ത്രീകളുണ്ടാകും. ഗർഭം ചില സ്ത്രീകളുടേതൊക്കെ ഗർഭം ചിലപ്പം ഓരോരുത്തരും ഗർഭം ചുമക്കുമ്പോൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ, കാരണം വയറ് കൂടുതലുള്ളവരും കുറച്ചുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പം നല്ലോണം വയറുള്ളവരൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ത്രീകളായാലും അവർക്ക് സുജൂദിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം സുജൂദ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആയതുകൊണ്ട് അവരൊക്കെ തലേണ പോലത്തെ വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഉലമാ പറയുന്നുണ്ടല്ലോ. അപ്പം ആ റൂട്ട് തന്നെയാണ് ഇയാളുടെയും ഒക്കെ രീതി. ഏതായാലും ഈ പറയുന്ന തലേണ പോലത്തെ വെച്ചുകൊണ്ട് അങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ മേലെ സുജൂദ് ചെയ്താൽ മതി. അത് അളവായിട്ട് പരിഗണിച്ചുകൊണ്ട് അയാളെ നിസ്കാരം സ്വഹിയായിട്ട് കൂട്ടുകയും ചെയ്യും. ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാം ബർമാവി റളിയല്ലാഹു അൻഹു പോലത്തെ ഓരോ കാശത്തുൽ ബർമാവിയിലും മറ്റുള്ള വേറെ കിതാബിലൊക്കെ കാണും കേട്ടോ.